പിണറായി സർക്കാരിന് സ്ഥിരം തലവേദന സൃഷ്ടിച്ച ആഭ്യന്തര വകുപ്പും പോലീസും 24 അതിരപ്പള്ളി റിപ്പോർട്ടർക്കെതിരായ പോലീസ് നടപടിയിലെ വിമർശനത്തിന്റെ ചൂടാറും മുമ്പേ ഗുണ്ടാ പോലീസ് ബന്ധത്തിന്റെ തെളിവുകളും പുറത്തുവന്നതാണ് സർക്കാരിന് തലവേദനയാകുന്നത്. ഗുണ്ടാ പോലീസ് ബന്ധത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മാറ്റിവെച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ സർക്കാരിനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയത് പോലീസിന്റെ നടപടികളായിരുന്നു. പലപ്പോഴും ഘടകകക്ഷികളുടെ രൂക്ഷ വിമർശനത്തിനും എതിർപ്പിനും ഇതിടയാക്കി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും സർക്കാരിനെ കുഴപ്പിക്കുന്ന പോലീസ് നടപടികൾക്ക് മാറ്റമില്ല. 24 അതിരപ്പള്ളി റിപ്പോർട്ടറെ അകാരണമായി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് രൂക്ഷമായ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെ പുറത്തുവന്ന ഗുണ്ടാ പോലീസ് ബന്ധം അമ്പരപ്പുളവാക്കുന്നതായിരുന്നു. ഇടത് സഹയാത്രികരുൾപ്പെടെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ വിഷയം മുൻനിർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് പ്രതിപക്ഷം. ഗുണ്ടകളുടെ രക്ഷകർത്താക്കളായി CPIM-ഉം സർക്കാരും മാറുകയാണെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാത്തിൻ്റെയും പുറകിൽ പാർട്ടിയിലെ ചില ക്രിമിനലുകളെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന തണൽ കൊടുക്കുന്ന ആളുകളാണ് നിൽക്കുന്നത്. അപകടകരമായ നിലയിലേക്ക് കേരളം പോവുകയാണ്. പോലീസിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. പോലീസിന് വേണ്ടത് ആഭ്യന്തരമന്ത്രി എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലാണ് വിമർശനം. ആഭ്യന്തരം പോലുള്ള വകുപ്പുകൾക്ക് സ്വതന്ത്ര മന്ത്രിയാണ് അഭിലഷണീയം. 100,000 പ്രശ്നങ്ങളിൽ ഇടപെടുന്ന മുഖ്യമന്ത്രിക്ക് ക്രമസമാധാന ചുമതല തലയിലേറ്റാനാകില്ല. DYSP ഗുണ്ടാബന്ധവും പോലീസ് അക്കാദമിയിലെ ലൈംഗിക അതിക്രമവും ചൂണ്ടിക്കാട്ടിയാണ് ലേഖനം. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മാറ്റിവെച്ചു. യോഗം മറ്റൊരു ദിവസം നടക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.